അങ്ങനെ ഞങ്ങൾ ട്രാവലറിൽ കുത്തി നിറച്ചിട്ട് വിഷ്ണുവിൻ്റെ കല്യാണത്തിന് പോകാൻ കേട്ടോ. സീറ്റ് ഉണ്ടായിരുന്നില്ല. പിന്നെ എന്തായാലും പെണ്ണിൻ്റെ വീട് കുറച്ച് അടുത്തായതുകൊണ്ട് വലിയ ശല്യം ഉണ്ടായിരുന്നില്ല. കുറച്ചല്ലേ നിൽക്കണ്ടോന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അതിൽ തന്നെ കുത്തിത്തള്ളി കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കെട്ട് വരുന്നത് നമ്മുടെ കുറ്റിയങ്കാവ് അമ്പലത്തിലാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളിതേ കെട്ട് നടക്കണ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതേ പാടത്തെ എന്തൊക്കെയോ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഒടുക്കത്തെ വെയിൽ, കാലത്തെ കെട്ടിൻ്റെ സമയമായിട്ടുള്ളൂ. അതായത് ഒരു 10-12 മണിയൊക്കെ ആയിട്ടുണ്ടാവും. നല്ല വെയിലാണ് കേട്ടോ. പിന്നെ നമ്മളിതേ കുറ്റിയങ്കാവിൻ്റെ സൈഡിലെത്തി കഴിഞ്ഞാൽ നമ്മുടെ ട്രെയിൻ ഇങ്ങനെ പോകുന്നത് കുറേ കാണാനായിട്ട് പറ്റും കേട്ടോ. പിള്ളേർ സെറ്റ് കുറേ ഉണ്ട് കേട്ടോ. ഒരെണ്ണൊക്കെ അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാം. പക്ഷേ എല്ലാവരും കൂടി ഒരു ആയി കഴിഞ്ഞാൽ ഇവരെ മെയിൻറ്റെയിൻ ചെയ്യാൻ എളുപ്പമല്ല. അപ്പോൾ ഇടയ്ക്ക് ഒരു ട്രെയിൻ വരും. അപ്പോൾ ഞാൻ ഇവരെല്ലാം പിടിച്ച് നിർത്തും. പിന്നെ എനിക്ക് മുടി കെട്ടാനായിട്ട് ഒട്ടും അറിയില്ല കേട്ടോ. അപ്പോൾ അത് ചേട്ടൻ്റെ കസിനാണ്. അത് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ. അവളെന്നെ പിടിച്ചിട്ട് അവളെ എനിക്ക് മുടി കെട്ടി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ പെണ്ണിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ തിരക്കുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ നേരെ ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ പിള്ളേരെ കൊണ്ട് രാവിലെ ഇറങ്ങിയതല്ലേ. അപ്പോൾ ഞങ്ങൾ വേഗം പരിപാടി നോക്കാമെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല സദ്യയായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ കുറച്ച് കഴിഞ്ഞിട്ട് വന്നപ്പോഴാണ് ഇവിടെ സ്റ്റേജിൽ എന്തോ പ്രോഗ്രാമൊക്കെ ഉണ്ട്, ഇവിടെ ഡാൻസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് വണ്ടിയിൽ, സെക്കൻഡ് വണ്ടിയിൽ, തേർഡ് വണ്ടിയിലൊന്നും പോയില്ല. കുറേ സമയം പോസ്റ്റ് അടിച്ചിരുന്നപ്പോൾ അങ്ങനെ ഇവരുടെ ഡാൻസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതും കഴിഞ്ഞിട്ട് ഞാൻ വണ്ടി തപ്പി ഇറങ്ങിയപ്പോഴാണ് കേട്ടോ നമ്മുടെ നിബിയായിട്ട് വീട്ടിൽ പോകേണ്ടതെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ ഞങ്ങൾ എല്ലാ കൊണ്ടിയിൽ കയറട്ടെ ചോദിച്ചപ്പോൾ ആ കയറിക്കോന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളൊരു ജാതിക്കുള്ള ആൾക്കാരുണ്ടായിരുന്നില്ലേ, നിങ്ങളൊക്കെ കുത്തിത്തല്ലി കയറി. അങ്ങനെ വീട്ടിൽ പോയി വന്ന് കിടന്ന് ഉറങ്ങി. അടുത്ത റിസപ്ഷന് പോകാനുള്ള പരിപാടിയാണ്. വേഗം ഒരുങ്ങി കിട്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഋതുമോളുടെ എപ്പോഴും ഫേവറേറ്റ് ആയിട്ടുള്ള ആളാണ് നമ്മുടെ അല്ലി ചേച്ചി. അപ്പോൾ അല്ലി ചേച്ചിനെ കണ്ടപ്പോൾ കുറച്ച് നേരം അല്ലി ചേച്ചിയുടെ കൂടെ കളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അല്ലി ചേച്ചി പോകുമ്പോൾ പിന്നെ സ്വഭാവമൊക്കെ മാറും കേട്ടോ. അപ്പോൾ നമുക്ക് സങ്കടമായി കരച്ചിലായി ആകെ ബുദ്ധിമുട്ടാവും. അപ്പം അല്ലി ചേച്ചിനെ അന്വേഷിച്ച് വന്നതാണ് കേട്ടോ. അപ്പോൾ അതേ കിടക്കണു. അയ്യപ്പൻ കാനയിൽ കുട്ടി കണ്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഇവർ പോകാനായിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ സുധിയേട്ടൻ കുറച്ച് നേരത്തെ കല്ലെടുത്ത് എറിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ വൈരാഗ്യം എന്നെ വന്ന് തീർത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ പിന്നെ എന്നെ കണ്ടിട്ട് ഒരു മൈൻഡുമില്ല, അമ്മേനെ കണ്ടിട്ട് ഒരു മൈൻഡുമില്ല കേട്ടോ. ഇന്ദുവല്ലിമ്മയുടെ കൂടെ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവരെ സെറ്റാക്കിയിട്ട് ഞങ്ങളിന്ന് പരിപാടി കാണാൻ പോകാൻ കേട്ടോ. എൻ്റെ കൂടെ സോജിയുണ്ട്, ഉണ്ണിക്കുട്ടനും ഉണ്ട്. നമ്മുടെ ആലിംഗനമ്മയുടെ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് കാണാൻ പോകാൻ നല്ല ക്രൗഡായിരുന്നു കേട്ടോ. നല്ല തിരക്കുണ്ട്. ഏറെക്കുറെ ഒരു 9 മണിയൊക്കെ ആയിട്ടുണ്ട്. കുറച്ച് നേരം കാണാമല്ലോ എന്ന് വിചാരിച്ച് ഇറങ്ങിയതായിരുന്നു കേട്ടോ. കാന്തിയാണ് അവൾ ചന്ദന പരിപാടി ഏറെക്കുറെ കഴിയാറായെന്ന് കണ്ടപ്പോൾ തന്നെ ഞങ്ങൾ 3 പേരും ചാടി ഇറങ്ങി ഓടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വേറെ ഒന്നുമല്ല, വണ്ടിയൊന്നും കിട്ടില്ലല്ലോ. പിന്നെ അത്രയും അങ്ങോട്ട് റൂട്ടിലൊക്കെ റഷ് ആവില്ലെന്ന് വിചാരിച്ച് ചാടി ഇറങ്ങിയതാണ്. ഐസ്ക്രീം കഴിക്കുന്നുള്ള ഞങ്ങളുടെ ആഗ്രഹം നടന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി ഓടി. പിന്നെ വീടിൻ്റെ അവിടെ എത്താനായിട്ട് മുന്നൊരു കട തുറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ കയറിയിട്ട് ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ട് ഞങ്ങൾ പോകാൻ കേട്ടോ. പിന്നെ ഞങ്ങളുടെ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ചാ.